ഞാനൊരു ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവത്തിനും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ ഈ ദൈവവിശ്വാസം ഇല്ലാതായത്? സാധാരണ ഒരിക്കലും, പ്രത്യേകിച്ച് കുറച്ച് പ്രായം കൂടുമ്പോൾ എല്ലാവർക്കും ദൈവവിശ്വാസം കുറച്ച് കൂടും. ദൈവവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത് വലിയൊരു പോയിന്റ്. അത് അച്ഛനും അമ്മയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞ് നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നല്ലേ അർത്ഥം. അതെ, അപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. പക്ഷെ എന്റെ അച്ഛനൊട്ട് വിശ്വസിക്കുന്നില്ല, അതാണ്. അപ്പൊ നിങ്ങൾ അച്ഛനെ ഫോളോ ചെയ്യണം. ആണോ? കാരണം അച്ഛനാണല്ലോ ഈ കുറ്റം ചെയ്യുന്നവരും സ്വയം ഭയമുള്ളവരുമാണ് വേറെ എന്തിനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നത്. കുറ്റം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെയൊക്കെ പോയി കുമ്പസാരിക്കും. അച്ഛനെ ക്രിസ്ത്യാനികൾക്ക് കുമ്പസാരിക്കും. അത് ഞായറാഴ്ച ദിവസമാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ അവൻ കുറ്റം ചെയ്യാൻ തുടങ്ങും. വീണ്ടും ഞായറാഴ്ച അവൻ കുമ്പസാരിക്കും. പിന്നെ അടുത്ത പിറ്റേ ദിവസം അവൻ ഹിന്ദു ആണെങ്കിൽ അവൻ അമ്പലത്തിൽ പോയി ദൈവമേ എന്നോട് എല്ലാ കൊല്ലവും മലയ്ക്ക് പോകും. ഇതൊക്കെ ഇവൻ്റെ കുറ്റബോധം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും തരത്തിൽ. പിന്നെ ഈ മുൻജന്മ പാപം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഒറ്റ ജന്മേ ഉള്ളൂ. അല്ല, ജന്മമുണ്ട്. ജന്മം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രൂപവ്യത്യാസം വരും. നമ്മളൊന്നും നശിക്കുന്നില്ല. നമ്മളുടെ കോമ്പണൻസ് എല്ലാം ഈ ഭൂമിയിൽ അവശേഷിക്കും, അന്തരീക്ഷത്തിൽ അവശേഷിക്കും. കുറച്ച് സ്പിരിച്വൽ ആണ്. അത് കുറെ കഴിയുമ്പോൾ ഇത് രൂപം കൊണ്ട് വേറൊരു രൂപത്തിൽ വരും. ശരി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ ആണെങ്കിൽ ഒരു ജന്മം ഉണ്ടെന്ന് വിശ്വസിക്കില്ല, പക്ഷെ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ തിലകൻ എന്ന് പറഞ്ഞ നടന് എന്താവാനാണ് ആഗ്രഹം? ജന്മം ഉണ്ടെങ്കിലല്ലേ? അല്ലല്ല, ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ജന്മം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. ഉറപ്പായിട്ടും. പിന്നെന്തിനാ ഞാൻ എന്റെ ആഗ്രഹം പറയുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല.